ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നല്ല മഴയാണ്. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ മഴയൊക്കെ ഒന്ന് നനയാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമുക്ക് അച്ഛനും മോനും കൂടെ മഴയത്ത് നല്ല കളിയാണേ. അവർ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒന്നും അവർക്കൊന്നൊരു പ്രശ്നമല്ല കേട്ടോ. അവർ നല്ല കളിയായിരിക്കും. ഇതുപോലെ തന്നെ മനുവേട്ടൻ സൺഡേ ആണെങ്കിലും എത്ര പെരുമഴയാണെങ്കിലും കളിക്കാനൊക്കെ പോകും, ക്രിക്കറ്റ് കളിക്കാൻ പോകും. അത് കഴിഞ്ഞ് നനഞ്ഞ് കുതിർന്നൊക്കെ ആയിരിക്കും കേട്ടോ വരുന്നത്. ഇവരുടെ കൂടെ തന്നെ അതായിട്ട് ഓബിയും കളിക്കാനൊക്കെ കൂടിയിട്ടുണ്ട്. അവന് ഭയങ്കര അലമ്പായിരുന്നു കിടന്നിട്ട് കേട്ടോ. നോക്കിക്കേ എന്തെല്ലാം അവനെ കാണിക്കുന്നതെന്ന്. നമ്മൾ വിചാരിക്കും നമ്മളവനെ നിർബന്ധിച്ച് ഇങ്ങനെ കാണിക്കുന്നതാണ്. പക്ഷെ അവനെ വിട്ട് കഴിയുമ്പോൾ അവൻ തിരിച്ച് ഓടി അങ്ങോട്ട് തന്നെ ചെല്ലും കേട്ടോ. അങ്ങനെ ഒരു പണിയും ചെയ്യാനില്ലാതെ വെറുതെ ഞാൻ അതിലെ കൂടെ കറങ്ങി നടക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാ പണികളും ഒക്കെ ഒതുക്കി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഫ്രീ ആയിരുന്നു കേട്ടോ. നോക്കിക്കുക അവൻ്റെ ഓട്ടം വെറുതെ കണ്ടോ. പിന്നെയും ചെല്ലാണ് അവനെ എടുത്ത് പൊക്കാൻ വേണ്ടിയിട്ടും അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടും. എത്ര അവനെ പീച്ചി കൂട്ടിയാലും അവനൊരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ അവരുടെ അടുത്തോട്ട് ചെല്ലും. നോക്കിക്കുക അവനും ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് കളിയായി. അങ്ങനെ കുറേ നേരം അങ്ങനെ മഴയത്തോടെയൊക്കെ നടന്നുണ്ട്. നല്ല മഴയായിരുന്നു. നോക്ക് നനഞ്ഞ് കിടക്കുന്ന കണ്ടോ, നല്ല മഴയായിരുന്നു. പക്ഷെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ മഴയങ്ങ് പോയി. പിന്നെ നോക്ക് കളിച്ച് അച്ചു അവൻ്റെ കൂട്ടി കയറും. അവൻ തിരിച്ച് ഓടി ഇറങ്ങും. പിന്നെ അവനെ പിടിക്കാൻ പോകും. അപ്പോഴത്തേക്ക് അവൻ ചാടി കൂട്ടി കയറും. ഇത് തന്നെയായിരുന്നു കേട്ടോ പണി. എനിക്ക് കൂട്ടിലെങ്കിലും ഒരു സമാധാനം താടാന്നുള്ള രീതിയിലായിരുന്നു അവൻ ചാടി കൂട്ടി കയറുന്നത്. കണ്ടോ, കുറേ നേരം അങ്ങനെ അവർ രണ്ടുപേരും കൂടെയുള്ള കളിയും മല്ലും ഒക്കെ ആയിരുന്നു. ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടെ ഉള്ള ദിവസം വീട്ടിൽ കളിച്ച് ചിരിച്ചിങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പം അതൊരു പ്രത്യേക വൈബ് തന്നെയല്ലേ. പിന്നെ ഈ മഴക്കാലം കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും ചായ കുടിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ ഭയങ്കര സുഖമുള്ള കാര്യമാണ് അല്ലേ. മഴ നനയാൻ വന്നത് ഈ വെയിലത്താണോടി നിന്റെ മഴ? മഴ പോയി. മഴ പോയി. അതെ, സൂക്കേട് പലതരം ഉണ്ട് അച്ചു. ഇതിനിപ്പോ എന്തെന്നാ ഞാൻ പറയണ്ടേ? ഇങ്ങോട്ട് വന്നേ, കേറി. ആ നല്ല അച്ഛനും മോനും കൂടെ കയറി വാ. നീ അതുകൊണ്ട് പെരക്കകത്തോട്ട് വരണ്ട കേട്ടോ. എന്തെന്നാ അത് കയറിക്കോ അങ്ങോട്ട്. നോക്ക് എന്റെ പ്രകടനം വല്ല ആവശ്യമുണ്ടോ? ആ കല്ലിൽ വീണാ മൂക്കുണ്ടാവില്ല നിന്റെ. നോക്കിക്കേ, കുടയും ചൂടി ഫുട്ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഇട്ട് പോയതാണ്. മഴയത്ത് വീണ് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം ഈ സ്കേറ്റിംഗ് ഷൂ ഒന്ന് ഓടിച്ചു നോക്കിയിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ ഞാനതിനകത്ത് കയറി നിന്നു കേട്ടോ. ഇതിനകത്ത് ഒട്ടും കയറി നിൽക്കാൻ പറ്റത്തില്ല. ഇത് ഒരു തേർഡ് സ്റ്റേജിലൊക്കെയുള്ള ഷൂ ആണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റേജിൽ ഇതല്ല, അവരൊരു 4 വീലുള്ള ഷൂ ആണ് കൊടുക്കുന്നത് കേട്ടോ. അതിനകത്ത് നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോഴാണ് ഈ ഷൂയിലേക്ക് ചേഞ്ച് ആകുന്നത്. ഞാൻ ഒരുപാട് ശ്രമിച്ചു, അവസാനം അത് ഊരിയെടുത്തു. നമുക്കൊന്ന് നേരെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതിനകത്ത് കയറിയിട്ട് അനങ്ങിയിട്ടുണ്ടെങ്കിൽ വീണു പോവും. അങ്ങനത്തെ അവസ്ഥയാണ്. ഒന്ന് നേരെ നിൽക്കാൻ പറ്റിയെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയായിരുന്നു. പിന്നെ ഞാനത് നിർത്തി. പക്ഷെ ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ഞാൻ അതിനകത്ത് കിടന്ന് പ്രകടനം കാണിച്ചിട്ടുണ്ടാവും കേട്ടോ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാനും അച്ഛനും മോനും ഒക്കെ ആയിട്ട് ഉടക്കി പിരിഞ്ഞു കേട്ടോ. ആ ഇരിപ്പാണ് കാണുന്നത്. അതിപ്പോൾ അവൻ എന്നെ കാണിക്കാനാണോ എന്താണെന്നറിയത്തില്ല. അവിടെ കിടന്ന് ഭയങ്കര പ്രകടനമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കുറച്ച് നേരത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.